ഇത്തവണയും കുന്നത്തൂരിൽ തന്നെ മത്സരിക്കുമെന്ന് പറയുകയാണ് കോവൂർ കുഞ്ഞുമോൻ. LDF നേതൃത്വം പരിഗണിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. പ്രതിസന്ധി ഘട്ടത്തിൽ LDFിനൊപ്പം നിന്നത് താൻ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കാം. കോവൂർ കുഞ്ഞുമോൻ റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നു. 25 വർഷമായി കുന്നത്തൂരിന്റെ MLA ആണ്, നാഥനാണ്, നാട്ടുകാരറിയാം. അപ്പൊ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമോ, തുടരുമോ കോവൂർ കുഞ്ഞുമോൻ? മത്സരരംഗത്ത് തുടരാനതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ LDF ആണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ LDFിൻ്റെ 3 ജാഥകൾ നടക്കുകയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 14-ാം തീയതി. ആ ജാഥ കഴിഞ്ഞതിന് ശേഷമേ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തീരുമാനിക്കുക. ഇപ്പം ഞാൻ ജനങ്ങളോടൊപ്പം ഇപ്പോഴും മണ്ഡലത്തിൽ തന്നെ 24 മണിക്കൂറും ഉണ്ട്. അങ്ങനെ മത്സരിക്കണമെന്ന് തന്നെയാണ് വ്യക്തിപരമായ ആഗ്രഹം. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും പാർട്ടിയെ പരിഗണന അല്ലെ, മുന്നണിയെ പരിഗണന തരിക തന്നെ ചെയ്യും എന്നും വിശ്വസിക്കുന്നുണ്ട്. മുന്നണിയെ പരിഗണന നൽകുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. മുന്നണിയുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പാർട്ടി വളരെ സജീവമായി ഇടപെടുന്നവരാണ്. ഇടുന്ന പ്രോഗ്രാമിലെല്ലാം ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കാറുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ അപ്പുറത്ത് താങ്കളുടെ തന്നെ ബന്ധുവൊക്കെ ഉല്ലാസ് കോവൂറായിരിക്കും സ്ഥാനാർത്ഥി, UDFിൻ്റെയൊക്കെയായി വരിക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലേ? തീർച്ചയായിട്ടും മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവരോടൊപ്പം പോകും. അതുമാത്രമല്ല, ഒരു കാലത്തുമില്ലാത്ത വികസന പ്രവർത്തനം നമ്മുടെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. വലിയ വികസന പ്രവർത്തനമാണ് നടക്കുന്നത്. തുടങ്ങി വെച്ച കുറച്ച് വികസന പ്രവർത്തനമുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടണം. പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മണ്ഡലത്തെ ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടിയാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 25 വർഷത്തെ വികസനം തന്നെയാണ് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അങ്ങോട്ട് വെക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം 1-ാം പിണറായി ഗവൺമെൻറ്റും 2-ാം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും കേരളത്തിൽ പൊതുമാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം വരും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. കുഞ്ഞുമോൻ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മാറ്റി പരീക്ഷിക്കണം, 25 വർഷം എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നുണ്ട്, അങ്ങനെ കേൾക്കുന്നു, പുതിയ തലത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും എന്തായാലും പാർട്ടിയിൽ വില പോകാൻ സാധ്യതയില്ലല്ലോ അല്ലേ? എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല, അതൊന്നും ഇതേറെ എൻ്റെ ശ്രദ്ധ വന്നു. LDF അങ്ങനെ തന്നെയായിരിക്കും പരിഗണിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ആ വിശ്വാസത്തിന്റെ പുറത്താണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കോവൂർ കുഞ്ഞുമോൻ MLA തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 25 വർഷം ജനങ്ങൾക്ക് മുന്നോട്ടിലേക്ക് വെച്ച വികസനം അത് ഓട്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.